ഹിജറയുടെ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത അവിടുത്തെ നാട്ടിലാകെ പരക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ അനുയായികൾ തങ്ങളോട് കൂടെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹജ്ജ് നിർബന്ധമാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജാണ് ഹജ്ജത്തുൽ വദാ, അതുകൊണ്ടാണ് പേര് വന്നത്. അങ്ങനെ തങ്ങളോട് കൂടെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ധനികന്മാരുണ്ട്, കറുത്ത വർഗ്ഗക്കാരുണ്ട്, വെളുത്ത വർഗ്ഗക്കാരുണ്ട്, അങ്ങനെ തുടങ്ങി സമൂഹത്തിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള മനുഷ്യരെ ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു യാത്ര തിരിക്കുന്നത്. അങ്ങനെ മക്കയിലെത്തി ഹജ്ജ് കർമ്മങ്ങളൊക്കെ തുടങ്ങി. ഹജ്ജയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് അറഫ എന്നുള്ളത്. ആ അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്തി അവിടെ നിന്ന് ഒരൊട്ടകപ്പുറത്ത് കയറിയിട്ട് ജനങ്ങളെ, ആ തടിച്ചുകൂടിയ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്നതാണ് അറഫ പ്രഭാഷണം എന്ന് പറയുന്നത്. ചരിത്രം വായിക്കപ്പെടുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന, ചരിത്രത്തിൽ അറിയപ്പെട്ട അറഫ പ്രഭാഷണം. അതായത് ലോകത്തെ ഏറ്റവും വലിയ മികച്ച പ്രഭാഷണമായിട്ട് മാറിയത് ഈ ഒരു അറഫ പ്രഭാഷണമായിരുന്നു. എന്തുകൊണ്ട് അറഫയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ അറഫ മൈതാനത്ത് ഇങ്ങനെ ജനങ്ങളോട് സംവദിക്കാനുള്ളൊരു കാരണം ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെയും ഹവ്വ ബീവിയെയും അയക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഇടം എന്നുള്ളത് അറഫ മൈതാനമാണ്. അതിനപ്പുറം ഇവിടെ ജനങ്ങൾ ഒരേ സമയത്ത് ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന ഇടം എന്നുള്ളത് അറഫ ഇടമാണ്, അറഫ മൈതാനത്തിലാണ്. അറഫ തന്നെയാണ് ഈ സന്ദേശം കൈമാറാൻ ഏറ്റവും അനുയോജ്യമായ ഇടമെന്നൊരു സന്ദേശം അതിൽ ഉണ്ട് എന്നുള്ളത്. നമ്മൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനമായി കണക്കാക്കുന്ന ആരാധന ഹജ്ജ്. ഈ ഹജ്ജ് തന്നെ അൽ ഹജ്ജു അറഫ എന്നാണല്ലോ നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. ഇതിൽ നിന്ന് തന്നെ അറഫയുടെ പ്രാധാന്യത്തെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൂചിപ്പിച്ച പോലെ മനുഷ്യനാണ് അറഫ പ്രഭാഷണയുടെ മനുഷ്യൻ്റെ അവകാശങ്ങളെ കുറിച്ചാണ്, സമൂഹത്തിലുണ്ടായ അനീതിക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ അറഫ പ്രഭാഷണം എന്നുള്ളത്. അന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, അത്രയും നീചമായിട്ടുള്ള ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ അറഫ പ്രഭാഷണം ഉണ്ടായിരുന്നത്. അതിനപ്പുറം മനുഷ്യരെ പ്രമേയമാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അറഫ പ്രഭാഷണം തന്നെ തുടങ്ങുന്നത്? മനുഷ്യരുടെ അഭിമാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആദ്യമായിട്ട് അഭിമാനത്തെക്കുറിച്ച് തുടങ്ങുമ്പോൾ എന്തുകൊണ്ട് അഭിമാനത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന സ്വത്ത് എന്നുള്ളത് അഭിമാനമാണ്. മറ്റുള്ള സമ്പത്തുണ്ടായിരിക്കെ അഭിമാനമില്ലെങ്കിൽ സമൂഹത്തിൽ അവന് അന്യരാവുകയാണ്. അതുപോലെ തന്നെ അവന് അഭയാർത്ഥിയായി മാറുകയാണ്. അവനക്കൊരു വിലയില്ല അഭിമാനമില്ലെങ്കിൽ. അതുപോലെ തന്നെ ആത്മഹത്യ പ്രവണതയിലേക്ക് മാറുകയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ കുട്ടികളിലേക്ക് വരെ ഈ അഭിമാനത്തിൻ്റെ ക്ഷതമേറ്റാൽ അവർ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം SSLCയുടെ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചവരാണ്. അത്രയും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അഭിമാനത്തിന്. ഈ അഭിമാനത്തിന് വില കൊടുത്തിട്ടില്ലെങ്കിൽ, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വാക്കുകളാവട്ടെ, പ്രവൃത്തികളാവട്ടെ, സൂചനകളാവട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് വലിയ മഹാപാതകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അറഫ പ്രഭാഷണത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അറഫയെ പരിചയപ്പെടുത്തുന്നത് തന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ്. മനുഷ്യാവകാശത്തിൻ്റെ ഒരു സാർവത്രിക ആഗോള പ്രഖ്യാപനമായിട്ടാണ് അതിനെ നമ്മൾ അറഫയെ വായിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അറഫ ഇത്ര വലിയ പവിത്രമുള്ളതുമായി മാറിയത് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ബഹുസ്വരമായ പല ജാതി വർണ്ണങ്ങളുള്ള പലവിധ ഗോത്രങ്ങളുള്ള ഒരുപാട് വ്യത്യസ്ത സമൂഹം ഒരുമിച്ച് കൂടിയ ഒരു വലിയ പവിത്രത അറഫക്കുണ്ടെങ്കിൽ പോലും അറഫ ലോകത്ത് വായിക്കപ്പെടാനുള്ള വലിയ കാരണമെന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദ്യമായ ആ ഒരു അവതരണമാണ്. അതായത് കേവലം ഒരു 10 ഇയർ കണ്ടിട്ട് അവർ ഇയർ പ്ലാനെ അവതരിപ്പിക്കുക, കേവലം സ്വപ്നങ്ങളായിട്ട്, വാഗ്ദാനങ്ങളായി, പ്രഖ്യാപനങ്ങളൊക്കെ പറയുന്നതിനപ്പുറം 22 വർഷക്കാലം ഞാനും എൻ്റെ അനുചരരും ഈ വഴിയിലാണ് ജീവിച്ചത്, ഇതാണ് യഥാർത്ഥ സന്മാർഗം, ഈ വഴിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന വലിയൊരു സന്മാർഗത്തിൻ്റെ വഴി തുറന്നു കാട്ടുകയാണ് അറഫയിലൂടെ കൈമാറുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലായിട്ടും അങ്ങനെ ഒരുപാട് ലോകത്ത് കഴിഞ്ഞു പോയ ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ, സംഘടനകൾ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ 1940 തോന്നുന്നുണ്ട് ഈ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശത്തെ കുറിച്ച് തന്നെ പ്രഖ്യാപിക്കുന്നത് ആദ്യമായി.
പ്രഖ്യാപിക്കുന്നത്. ഇതിലൂടെ ഒരുപാട് സംഘടനകൾ ഈ ഒരു ആലോചന മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ കേവലം ഒരു താത്വികമായ ആലോചനകളായി കടലാസുകളിൽ ഒതുങ്ങി എന്നതിനപ്പുറം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരരും കൈമാറിയ ഒരു ആശയം ഇവിടെ പുലർന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അറഫയെ വായിക്കുമ്പോൾ അറഫയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മനുഷ്യനെയാണ് പ്രമേയമാക്കുന്നത് നമ്മൾ പറഞ്ഞു വെച്ചല്ലോ. മനുഷ്യന്റെ ജീവനും അതുപോലെ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. അതായത് അറഫയിൽ നമ്മൾ മനുഷ്യൻ്റെ അഭിമാനത്തിന് വില കൽപ്പിച്ചതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവനും കൃത്യമായി വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന വലിയൊരു ആശയം അറഫ പ്രഭാഷണത്തിൽ നമ്മൾക്ക് വായിക്കപ്പെടാൻ സാധിക്കും. ഒരു വ്യക്തി പോലും സമൂഹത്തിൽ അകാരണമായി കൊല്ലപ്പെടരുത് എന്ന വലിയൊരാശയം നമ്മൾ ഇസ്ലാമിൻ്റെ ഖിസാസ് എന്ന നിയമം, സാങ്കേതികപരമായി നമ്മൾ പ്രതിക്രിയ എന്ന് പരിചയപ്പെടുത്തുന്ന ഖിസാസ് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ആ ഒരു സാർവത്രികമായൊരു വിശാലമായൊരു ആശയം സമൂഹത്തിന് കൈമാറുകയാണ്. ഒരു വ്യക്തി സമൂഹത്തിൽ അകാരണമായി കൊല്ലപ്പെടുകയാണെങ്കിൽ അവനെ തിരിച്ചു കൊല്ലണമെന്ന ഒരു നിയമം നടപ്പാക്കുന്നതിലൂടെ ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തെയാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. കാരണം കൊല്ലുന്ന വ്യക്തിക്ക് അവൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ അവന് പ്രതീക്ഷയില്ല. കാരണം ഈ കൊന്നത് കാരണമായിട്ട് അവനെ തിരിച്ചു കൊല്ലപ്പെടണമെന്ന ഇസ്ലാമിൻ്റെ നിയമം, ആ ഒരു നിയമം നടപ്പാക്കുന്നതിലൂടെ ഒരുപാട് ജീവിത സംരക്ഷണത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അറഫ പ്രഭാഷണത്തിൽ പ്രധാനപ്പെട്ട പ്രമേയമാണ്. കാരണം അന്നത്തെ കാലഘട്ടത്ത് സ്ത്രീകളെ ആടാനും പാടാനും ഉപഭോഗത്തിനുള്ള ഉപകരണങ്ങളാക്കി മാത്രം മാറ്റിയ ആ സ്ത്രീകളെ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിന്ന് അവിടെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഈ അറഫ പ്രഭാഷണത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കണം. പിറന്നത് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു ദുരാചാരം ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു ദുരാചാരത്തെ തന്നെ തുടച്ചു നീക്കപ്പെടുകയാണ് അറഫ പ്രഭാഷണത്തിലൂടെ. കാരണം സ്ത്രീകളെ അത്രയും താഴ്ന്ന രൂപത്തിലൂടെ കണ്ട സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്ത്രീകളുടെ ജീവിതത്തിനും സ്ത്രീകളുടെ ജീവന് വിലയുണ്ട് എന്ന് അവിടെ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പെൺമക്കളെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നുണ്ട്. കേവലം അവരെ അഴിച്ചുവിട്ട് സമൂഹത്തിലേക്ക് അഴിച്ചുവിടുകയാണെങ്കിൽ ഒരുപാട് കാമക്കണ്ണുകളോടുകൂടിയുള്ള ഒരു പറ്റം മനുഷ്യന്മാർ ഇവരെ മൃഗീയമായിട്ട് സമീപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കേവലം ഈ സ്ത്രീകൾ അഴിച്ചുവിടുന്നതിലൂടെ അവരെ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കുകയാണ്, പീഡനങ്ങൾക്ക് ഇരയാക്കുകയാണ്. അതെ, സംരക്ഷണമില്ല, അതുപോലെ പരിചരണം കിട്ടുന്നില്ല. ആ രൂപത്തിൽ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത് അവർക്കൊരു പ്രൈവസി കൊടുക്കണം, ഒരു പ്രൈവസി ഇടം അവർക്ക് കൊടുക്കണം. ആ ഒരു പ്രൈവസിയാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഏറ്റവും നല്ല പ്രൈവസി എന്നുള്ളത് അവരുടെ വീടകങ്ങളാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വീടകങ്ങളാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആധുനികതയിൽ ഉയർന്നു വരുന്ന വാദങ്ങളെപ്പോലെ പുരുഷനും സ്ത്രീകളും സമന്മാരാണെന്നുള്ള ഒരു വീക്ഷണകോണിലല്ല ഇസ്ലാം ഇതിനെ കാണുന്നത്. മറിച്ച് പാർട്ണർമാരാണ്. ഇസ്ലാമിൽ പുരുഷന്മാർ സ്ത്രീകളുടെ സംരക്ഷകരാണ്. അവർ പരസ്പരം പങ്കുവെപ്പിൻ്റെ ഒരു സൗഹൃദമായ ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള ആർക്കും കൂടുതൽ ഭാരം ഇസ്ലാം നൽകുന്നില്ല. മറിച്ച് സംരക്ഷകരായിട്ടാണ് സ്ത്രീകളെ കാണേണ്ടതെന്നുള്ള വലിയൊരു പാഠം അതിലുണ്ട്. മറ്റൊരു അർത്ഥത്തിൽ അറഫ പ്രഭാഷണത്തിൻ്റെ വലിയ പാഠമായിട്ട് നമുക്ക് സമ്പത്തിനെ വായിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ അഭിമാനത്തിനും ജീവനും വിലയുള്ളതുപോലെ തന്നെ അവൻ്റെ സമ്പത്തിനും വലിയ പവിത്രത കൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് സമ്പത്തുണ്ടാവുക എന്നുള്ളത് അവനെ ഒരു പോരായ്മയായിട്ടൊരു തെറ്റായിട്ടല്ല ഇസ്ലാം അതിനെ കാണുന്നത്. സമ്പത്ത് ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കെ അത് വലിയ പാതകമായിട്ടൊന്നല്ല ഇസ്ലാം കാണുന്നത്. ഈ സമ്പത്ത് ഒരിക്കലും സമൂഹത്തിൽ അനധികൃതമായി ചെലവഴിക്കപ്പെടരുത് എന്ന, അതുപോലെ തന്നെ ഈ സമ്പത്തിനെ അനാവശ്യമായ ഒരു രൂപേണയും വിനിയോഗിക്കപ്പെടരുത് എന്ന വലിയൊരു ആശയം നൽകുന്നുണ്ട്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ സമ്പത്ത് ഏൽപ്പിച്ചു പോവുകയാണെങ്കിൽ അത് കൃത്യമായി തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇത് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദികളായി പോകുന്ന ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര നിയമങ്ങളെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിലൂടെ യഥാർത്ഥത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ അനുഗ്രഹം ഒരുപറ്റം ചില വ്യക്തികളിൽ മാത്രം കൂടുതൽ കാണാം, മറ്റു ചിലരിൽ കുറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം സക്കാത്ത് എന്ന വലിയ സാർവത്രികമായ ഒരു വിശാലമായ ഒരു സംവിധാനം. എന്താണ് സക്കാത്തിലൂടെ നടപ്പാക്കപ്പെടുന്നത്? ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒറ്റ ആളുകൾ മാത്രം വലിയ ധനികരായി കഴിഞ്ഞുകൂടരുത്, മറിച്ച് ആ സമ്പത്ത് പാവങ്ങളിലേക്ക് വിനിയോഗിക്കപ്പെടുകയും എല്ലാവരും ഒരുപോലെ ജീവിക്കണം. അത് വലിയ ഒരു ആശയമാണ് സമ്പത്തിലൂടെ നൽകുന്നത്.
ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആധുനിക മുതലാളിത്തവും അതുപോലെ ഇസ്ലാമും കൃത്യമായി വേർപിരിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാം. ആധുനിക മുതലാളിത്ത പ്രകാരം കേവലം സമ്പത്ത് ചരക്കാണെന്നും ഈ ചരക്കിൽ നിന്ന് ചരക്ക് ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു പലിശയുടെ രൂപപ്പെടൽ ഇതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. മറിച്ച് ഒരു സമ്പത്ത് യഥാർത്ഥ സോഴ്സിൽ നിന്ന് സമ്പാദിക്കപ്പെടുകയും അത് യഥാർത്ഥ രൂപേണ തന്നെ വിനിയോഗിക്കപ്പെടുകയും ചെയ്യണം എന്ന ഇസ്ലാമിൻ്റെ വളരെ പരമപ്രധാനമായ മനോഹരമായ ആശയത്തെയാണ് സമൂഹത്തിലേക്ക് അറഫ പ്രഭാഷണം കൈമാറുന്നത്. അതിനപ്പുറമായിട്ട് ഇവിടെ ഒരു വൈജ്ഞാനിക രീതിശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ അന്തർലീനമായിട്ട് കിടക്കുന്നൊരൊന്നാണ്. അതായത് അവിടെ തടിച്ചുകൂടിയ ജനങ്ങളോട് പറയുന്നുണ്ട് ഫൽ യുബല്ലിഗു ഷാഹിദു അൽ ഗായിബ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെയുള്ള സ്വഹാബത്ത് തങ്ങളുടെ ഓരം ചേർന്നുകൊണ്ട് തങ്ങളുടെ എല്ലാ വിഷയങ്ങളും, അതായത് ഇസ്ലാമിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ വിഷയങ്ങളും 23 വർഷ കാലഘട്ടത്തെ ദൗത്യ നിർവഹണത്തിന് ശേഷം അവിടുത്തെ സ്വഹാബത്തുകൾ മനസ്സിലാക്കി അവർ അനുഭവത്തിലൂടെ ജ്ഞാനം നേടിയെടുത്ത് ആ ഒരു ജ്ഞാനത്തെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുകയാണ്. ശരിക്ക് ഈ ക്ലാസിക്കൽ ടെക്സ്റ്റുകളൊക്കെ വായിച്ചിട്ട് അവർക്കിങ്ങനെ കൊടുക്കുന്നതിനപ്പുറമായിട്ട് യഥാർത്ഥ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയാണ്. പാരമ്പര്യമാണ് ഇസ്ലാം എന്നുള്ളൊരു ആശയം ഇവിടെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഷാഹിദ്, അതായത് അനുഭവജ്ഞാനം നേടിയിട്ടുള്ള മനുഷ്യർ ഇല്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് ആ ഒരു ഫല്യുബല്ലഗു ഷാഹിദ് അൽ ഗായിബിൻ്റെ ഒരു ആശയതലം വരുന്നത്. അപ്പോൾ പുതിയ കാലഘട്ടത്ത് മറ്റേ ഇസ്ലാമിൻ്റെ ക്ലാസിക് ടെക്സ്റ്റുകളൊക്കെ വായിച്ച് ലിറ്ററലി ആയിട്ട് അതിന് മീനിങ് കൊടുത്ത് എന്നിട്ട് അവർ അക്ഷരീയമായിട്ട് വായിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്വന്തം ഇജ്തിഹാദ് ഗവേഷണം നടത്തിയിട്ട് എന്നിട്ടോ ഒരുപാട് വികലവാദങ്ങൾ രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു അവാന്തര വിഭാഗങ്ങളായിട്ട് മാറുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ഒരു ഇൻഫർമേഷൻ്റെ അല്ലെങ്കിൽ ഒരു വൈജ്ഞാനിക കൊടുക്കലിൻ്റെ ഒരു രീതിശാസ്ത്രം തന്നെ അവിടെ മാറുകയാണ്. അതിനപ്പുറമായിട്ട് തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഫല്യുബല്ലിഗു ഷാഹിദു അൽ ഗായിബ എന്നുള്ളത് അനുഭവജ്ഞാനം നേടിയിട്ടുള്ളവർ അവർ ഇല്ലാത്തവരിലേക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവർ മുഖേന നമ്മൾ കിട്ടിയിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന പാരമ്പര്യ ഉലമാക്കളുടെ അറിവ് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം അറഫ പ്രഭാഷണത്തിൽ ഈ ഒരു ആശയത്തെ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ടെന്ന് ചരിത്രം പറയുന്നത്. ഫല്യുബല്ലിഗു ഷാഹിദു അൽ ഗായിബ എന്നുള്ളതിലൂടെ കേവലം അവിടെ ഒരുമിച്ച് കൂടിയവർ മാത്രമല്ല, ഇനി ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ ജനങ്ങളിലേക്കും ഇതിനെ സന്ദേശം എല്ലാവരിലേക്കും ഈ ആശയം എത്തിച്ചു കൊടുക്കണമെന്നുള്ളൊരു വലിയ ആശയം അറഫ പ്രഭാഷണം നൽകുന്നുണ്ട്. നമ്മൾ ഈ മനുഷ്യൻ എന്നുള്ള ഒരു ആവർത്തനത്തിലൂടെ എന്താണ് അറഫ പ്രഭാഷണം നൽകുന്നതെന്ന് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം നമ്മൾ സാങ്കേതിക അർത്ഥത്തിൽ മഖാസിദു ശരിയ എന്ന് പരിചയപ്പെടുത്തുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവനും സമ്പത്തിനും അഭിമാനത്തിനും അവൻ്റെ കുടുംബത്തിനും വലിയ പവിത്രതയുണ്ട്. ഇതിന് ഹിതകരമാകുന്ന യാതൊരുവിധ രൂപത്തിലും അതിന് അക്രമങ്ങളോ യാതൊരുവിധ പ്രശ്നങ്ങളോ സംഭവിക്കരുതെന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ അറഫ പ്രഭാഷണത്തിലൂടെ ഇസ്ലാമിൻ്റെ നിയമമായിട്ട് മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ അറഫ പ്രഭാഷണം എന്നുള്ളത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണ്, സാമൂഹിക അനീതിക്കെതിരെയാണ് ശബ്ദമുയർത്തുകയാണ്. അതുപോലെ സ്ത്രീ സമൂഹത്തിനെ താഴേക്കിടയിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ ദുരാചാരങ്ങളെയും തുടച്ചു മാറ്റിക്കൊണ്ട് സമൂഹത്തെ പുനഃക്രമീകരിക്കുകയാണ്. അവരെ അരാജകത്വത്തിൽ നിന്ന് ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ് അറഫ പ്രഭാഷണത്തിലൂടെ അവിടെ നിർവഹിക്കപ്പെടുന്നത്.